वेलकम टू आवर न्यू क्लास एजू ईज। आज मैं आपके लिए 8वीं कक्षा का हिंदी का एक कहानी लेकर आ रहा हूँ। यह एक चित्रकथा है। ഇന്ന് ഞാൻ 8ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ ഒരു ടോപ്പിക്കാണ്, ഒരു ചാപ്റ്ററാണ്, ഒരു കഹാനിയാണ് എടുക്കുന്നത്. അതൊരു ചിത്രകഥയാണ്. നമുക്ക് ആ ചിത്രകഥയിലേക്ക് കടന്നാലോ. ഇക്കായി 4, ഇക്കായി 4 നാലാമത്തെ യൂണിറ്റിലെ ഒരു പാഠഭാഗത്തിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. ऊपर बहुत ऊंचाई पर नीले आकाश में एक इंद्रधनुष दिखता था, उसका नाम था സപ്തം. അതുകൊണ്ട് നമുക്കവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് അല്ലേ. ആ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? സാത് രംഗ്, 7 നിറമുള്ള ഇന്ദ്രധനുഷ്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ്, റെയിൻബോയുടെ പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഊപ്പർ ബഹുത്ത് ഊഞ്ചായി പാർ, ഊപ്പർ ബഹുത്ത് ഊഞ്ചായി പാർ എന്ന് പറഞ്ഞാൽ മുകളിൽ വളരെ ഉയരത്തിലായി. നീലേ ആകാശ് മേം ഏക്ക് ഇന്ദ്രധനുഷ് രഹ്താദ. എന്താണ് നീലേ ആകാശ് എന്ന് പറഞ്ഞാൽ നീല ആകാശത്ത് ഒരു ഇന്ദ്രധനുഷ്, ഒരു മഴവില്ല് താമസിച്ചിരുന്നു. ഉസ്കാ നാം ദ, അവൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പേരെന്താണ്? സപ്തം എന്നായിരുന്നു അതിൻ്റെ പേര്. ഇനി നമ്മുടെ പേജ് നമ്പർ 72 നമ്മുടെ ചാപ്റ്റർ, അത് നമ്മുടെ ചിത്രകഥ കൊടുത്തിട്ടുണ്ട്. ഏക ചിത്രകഥ ഹേ, ഇതെന്ന് പറഞ്ഞൊരു ചിത്രകഥയാണ്. ചിത്രകഥ കാ നാം ഇന്ദ്രധനുഷ് ധർത്തി പാർ ഉദര എന്നുള്ളതാണ് നമ്മുടെ ചിത്രകഥയുടെ പേര്. ഇങ്ങനെ ഓരോ ചിത്രം കൊടുത്തിട്ട് അതിൽ നിന്നുള്ളൊരു കഥയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ചിത്രത്തിലോട്ട് കിടക്കാം. ആകാശ് മേം രഹത്തെ രഹത്തെ മേം ഊബ് ഗയാഹും ക്യോം നാ ധർത്തി പർ ഹി ചലാ ജാവൂം. എന്താണ് അവിടെ പറയുന്നത്? നമ്മുടെ ഇന്ദ്രധനുഷ് അല്ലെങ്കിൽ നമ്മുടെ മഴവില്ല് ചിന്തിക്കുകയാണ്. ആകാശ് മേം രഹത്തെ രഹത്തെ മേം ഊബ് ഗയാഹും എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശത്ത് താമസിച്ച് എനിക്കെന്തായി? ഭയങ്കര മടുപ്പ് തോന്നുന്നു. ക്യോം നാ ധർത്തി പാർ ഹി ചലാ ജാവൂം, എന്തുകൊണ്ട് എനിക്ക് ധർത്തി, ഭൂമിയിലോട്ട് പൊക്കൂടാ? അതാണ് നമ്മുടെ ഫസ്റ്റ് ഇതിലൂടെ നമുക്ക് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് നോക്കിക്കോ. सप्तम एक सुंदर सी घाटी में उधर आया, दिन भर वह घाटी में घूमता रहा, अंधेरा होने पर वह एक घने पेड़ के पास पहुंचा. എന്താണ്? നമ്മുടെ സപ്തമ് ഒരു മനോഹരമായ ഘാട്ടി മീൻസ് താഴ്വാരത്തിലേക്ക് ഇറങ്ങി. ദിൻ ഭർ വഹ് ഘാട്ടി മേ ഘൂംതാ രഹ, എന്താണ്? ദിൻഭർ, പകല് മുഴുവൻ അവൻ എന്ത് ചെയ്തു? അവിടെ മൊത്തം ഘൂംതാ രഹ, ചുറ്റിക്കറങ്ങി കണ്ടു. അന്ധേര ഹോനെ പർ വഹി ഏക് ഘനെ പേട് കെ പാസ് പഹൂഞ്ച. അന്ധേര മീൻസ് ഇരുട്ടായപ്പോൾ അവൻ എവിടെ എത്തി? ഒരു ഘനെ പേട് മീൻസ് വലിയൊരു മരത്തിൻ്റെ പാസ്, അതിൻ്റെ അടുത്ത്, പഹൂഞ്ച അതിൻ്റെ അടുത്ത് എത്തി. എന്നിട്ട് നമ്മുടെ ഇന്ദ്രധനുഷ് സംസാരിക്കുകയാണ്. എന്താണ് പറയുന്നത്? ക്യാ മേം തുംഹാരി ഠഗനിയാം പാർ ആരാം ഖാർ സക്താ ഹും. എന്താണ്? ക്യാ മേം തുംഹാരി ഠഗനിയോം പാർ ആരാം ഖാർ സക്തേ ഹും. എന്താണ്? ഞാൻ നിൻ്റെ ഠഗനിയോം മീൻസ് ചില്ലയിൽ ആരാം, വിശ്രമിച്ചോട്ടെ, ആരാം ഖാർ സക്താ ഹും. അപ്പം നമ്മുടെ മരം പറയുവാണ്, തും മേരി ഠഗനിയോം പാർ നഹീം രഹ് സക്തേ, തും തുംഹാരെ ലിയേ സഹി ജഹ് നഹീം. എന്താണ് അവിടെ പറഞ്ഞേക്കുന്നത്? നിനക്ക് എൻ്റെ ഠഗനിയാം, എൻ്റെ ചില്ലയിൽ താമസിക്കാൻ എന്ത് ചെയ്യില്ല, പറ്റില്ല, കഴിയില്ല. ഇത് യഹ് തുംഹാരെ ലിയേ സഹി ജഹ് നഹീം, ഇത് നിനക്ക് യോജിച്ച ഒരു ഇടമേ അല്ല, ഒരു സ്ഥലമേ അല്ല. അതുകൊണ്ട് പേടായ എൻ്റെ അടുത്ത് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, താമസിക്കാൻ പറ്റില്ല. ഇനി തന്നെ മൂന്നാമത്തെ ചിത്രകഥ. ധഗാഹാര സപ്തം ഹാഗെ ബെഡ വഹ് ഏക് നിർജർ കെ പാസ് പഹൂഞ്ച. അപ്പം അവൻ ഭയങ്കര വിഷമിച്ച് അവിടെ നിന്ന് ക്ഷീണിച്ച് അവശനായി. ധഗാഹാര സപ്തം ആകെ ബഡ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച് അവശനായി സപ്തം എന്ത് ചെയ്യുന്നു? മുന്നോട്ട് നടക്കുന്നു. വഹേക്ക് നിർജർ കെ പാസ് പഹൂഞ്ച, അവൻ അങ്ങനെ ഒരു അരുവിയുടെ അടുത്തെത്തി. ആജിക്ക്, എന്നിട്ട് നമ്മുടെ അരുവിയോട് അവൻ സംസാരിക്കുകയാണ്. എന്താണ് പറയുന്നത്? ആജിക്ക് രാത് മേം തുംഹാരെ പാനി മേം സോ ജാവോം.
അവനെ അപേക്ഷിച്ച് ചോദിക്കുവാണ്. ഇന്ന് രാത്രി, ആജിക്ക് രാത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി, മേം തുംഹാരേ പാനി, ഞാൻ നിൻ്റെ ജലത്തിൽ, മേം സോ ജാവും, സോ ചെയ്യുവാന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കോട്ടെ. അപ്പം ഇന്ന് രാത്രി ഞാൻ നിൻ്റെ ജലത്തിലൊന്ന് ഉറങ്ങിക്കോട്ടെ, നിൻ്റെ വെള്ളത്തിൽ ഞാനൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ. അപ്പം നമ്മുടെ പാനി പറയുകയാണ്, എന്താണ് പറയുന്നത്? മാഫ് കരോം ഭായി കി കിസി ജർനെ കെ പാനി മേം ഇന്ദ്രധനുഷ് കൈസേ രഹ് സക്താ ഹേ. എന്താണ്? ക്ഷമിക്കൂ ഭായ്, ഭായ് മീൻസ് ക്ഷമിക്കൂ സഹോദര. കിസി ജർനെ കെ പാനി മേം ഇന്ദ്രധനുഷ് കൈസേ രഹ് സക്താ ഹേ. എന്താണ്? ഏതെങ്കിലും ഒരു അരുവിയിൽ, ഏതെങ്കിലും ഒരു അരുവിയിലെ വെള്ളത്തിലായിട്ട് മഴവില്ല് ജീവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? അങ്ങനെ എവിടെയെങ്കിലും സാധിക്കുമോ? അതായത് വെള്ളത്തിൽ മഴവില്ല് താമസിക്കുന്നതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് ആര് പറഞ്ഞു? നമ്മുടെ നിർജർ, അരുവി പറഞ്ഞു. സപ്തം ഏക് ലഡ്കെ കെ പാസ് ഗയ. ഇനി നാലാമത്തെ പിക്ചറിൽ എന്താണ്? സപ്തം ഒരു ആൺകുട്ടി, ലഡ്കെ മീൻസ് ഒരു ആൺകുട്ടിയുടെ പാസ്, അടുത്തെത്തി. ക്യാമേം തുംഹാരെ ഗർമേം ആരാം കാർ സക്താഹും. നമ്മുടെ ഇന്ദ്രധനുഷ് ലഡ്കയോട് ചോദിച്ചു, ക്യാ എന്താ, മേം തുംഹാരെ ഗർമേം ആരാം കാർ സക്താഹും, നിൻ്റെ വീട്ടിൽ ഞാനൊന്ന് വിശ്രമിച്ചോട്ടെ. അപ്പോൾ ആ ലഡ്ക പറയാ, ക്യോം നഹീം, എന്തുകൊണ്ടില്ല, തും ജരൂർ എഹാം ആരാം കർ സക്തേ ഹോ. എന്താണ്? നിനക്ക് ഇവിടെ ജരൂർ മീൻസ് നിനക്ക് തീർച്ചയായും ആരാം കർ സക്തേ ഹോ, എൻ്റെ വീട്ടിൽ നിനക്ക് എന്ത് ചെയ്യാം? താമസിക്കാം, അല്ലെങ്കിൽ വിശ്രമിക്കാം, റെസ്റ്റ് ചെയ്യാം. അബ് തോ മേരാ അപ്പന ഇന്ദ്രധനുഷ് ഹോഗ. അപ്പോൾ നീ എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ നീ എൻ്റെ സ്വന്തം എന്തായും ഇന്ദ്രധനുഷ്, നീ എൻ്റെ സ്വന്തം മഴവില്ലായി മാറത്തില്ലേ? അപ്പം നിനക്ക് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് എൻ്റെ ഇവിടെ താമസിക്കാം. ജോംബടി കെ അന്തക में सप्तम के सुंदर रंग दिखाई नहीं दे रहे थे, वह उदास हो गया. നമ്മുടെ അഞ്ചാമത്തെ പിക്ചറിലാണ് അത് പറയുന്നത്. എന്താണ് പറയുന്നത്? ജോംബടി കെ അന്ധകാർ മേം സപ്തം കെ സുന്ദർ രംഗ് ദിഖായി നഹീം ദേ രഹേ ദേ വഹ് ഉദാസ് ഹോ ഗയ. എന്താണ്? ആ ജോംബടി മീൻസ് ഹട്ട്, അല്ലെങ്കിൽ ആ ചെറിയ കുടിലിലെ ഇരുട്ടായതിനാൽ, അവിടെ അധികം വെട്ടമൊന്നും ഇല്ലാത്തതിനാൽ നമ്മുടെ ഇന്ദ്രധനുഷിൻ്റെ ആ ഒരു മനോഹരമായ നിറമൊന്നും, അല്ലെങ്കിൽ രംഗ് എന്ന് പറഞ്ഞാൽ നിറമൊന്നും അവിടെ ദിഖായി നഹീം ദേ രഹേ ദേ, അവിടെ ഒന്നും കാണാൻ കഴിയുമായിരുന്നില്ല. വഹ് ഉദാസ് ഹോ ഗയ, അവൻ അതുകൊണ്ട് ദുഃഖിതനായി. അപ്പം നമ്മുടെ ആ ആൺകുട്ടി ചോദിക്കുക, തും അപ്പനെ ആകാശ് സേ ഭാഗ് ക്യോം ആയേ. എന്താണ്? തും എന്ന് പറഞ്ഞാൽ തും അപ്പനെ ആകാശ്, നിന്റെ ആകാശത്ത്, സേ ഭാഗ് ക്യോം ആയേ, നിന്റെ ആകാശത്ത് നിന്ന് നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് ഭാഗ് ചെയ്ത് വന്നത്, ഓടി വന്നത്? അപ്പം നമ്മുടെ ഇന്ദ്രധനുഷ് പറയുകയാണ്, നമുക്ക് ആ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇന്ദ്രധനുഷിൻ്റെ നിറം അപ്പോൾ എന്തായി? മൊത്തം വെള്ള നിറമായി. അതിൻ്റെ നിറം അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. യഹ് കെ പേട് പൗദേ നദിയാം പഹാഡ് ഓർ ഫൽ ഫൂൽ ആകാശ് മേം കിത്തനാ സുന്ദർ ദിഖായി ദേത്താ ഹേ. എന്താണ്? യഹ് കെ, ഞങ്ങൾ ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ, പേട് പൗദേ, ഇവിടുത്തെ പേട് പൗദേ എന്ന് പറഞ്ഞാൽ മരങ്ങളും ചെടികളും, നദിയാം എന്ന് പറഞ്ഞാൽ എന്താണ്? നദികളും, പിന്നെ പഹാഡ് പർവ്വതങ്ങളും, ഓർ ഫൽ ഫൂൽ എന്ന് പറഞ്ഞാൽ ചെടികൾ, നമ്മുടെ ഫൽ ഫൂൽ എന്ന് പറഞ്ഞാൽ പഴങ്ങളും, പിന്നെ ഫൂൽ എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങളും, പൂക്കളും. ആകാശ് സേ കിത്തനാ സുന്ദർ ദിഖായി ദേത്താ ഹേ. ഇതെല്ലാം ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ എന്തു ഭംഗിയായിട്ടാണ് ഞാൻ അവിടെ ഇരുന്ന് കാണുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അഗലി സുബക്, ആറാമത്തെ ചിത്രകഥയിലാണ്. അഗലി സുബക് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗലി സുബക്, അഗലി മീൻസ് അടുത്ത, സുബക് അടുത്ത ദിവസം രാവിലെ. അഗലി സുബക് എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ. നമ്മുടെ ഇന്ദ്രധനുഷ് ഇങ്ങനെ ടാറ്റ കാണിച്ച് പോകുന്ന ഒരു പിക്ചറാണ് കാണുന്നത് അല്ലേ? അപ്പം ഇന്ദ്രധനുഷ് എന്താ പറയുന്നത്? അപ്പനെ ഗാർമേ മുച്ചേ രഖനെ ദിയ ബഹുത് ശുക്രിയ അബ് മുച്ചേ ബാപ്പസ് ജാനാ ഹേ. എന്താണ് പറഞ്ഞത്? അപ്പനെ ഗാർമേ മുച്ചേ രഖനെ ദിയ, തൻ്റെ വീട്ടിൽ എന്നെ
അവിടെ താമസിക്കാൻ താൻ അനുവദിച്ചല്ലോ. അബ് എന്താണ് ബഹുത്ത് ശുക്രിയ, അത് ഞാൻ താങ്കളോട് ഭയങ്കരമായും നന്ദി അറിയിക്കുകയാണ്. അബ് മുझे വാപ്പസ് ജാനാ ഹേ, എന്താണ് എനിക്കിപ്പോൾ തിരിച്ചു പോകേണ്ട സമയമായി, ഞാനിപ്പോൾ തിരിച്ചു പോകാൻ പോവുകയാണ്. ലട്കെ നെ ഉസേ ബിദാദി, വർഷ की बूंदें बरसने लगी, पूर्व में सूर्य की किरणों झलकने लगी, सात रंगों वाले इंद्रधनुष चमकने लगा, सप्तम फिर से अपना घर पहुंच ഗയാദ. എന്താണ് ആൺകുട്ടി അവനെ എന്ത് ചെയ്തു? ബിദാദി മീൻസ് അവനെ എന്ത് ചെയ്തു? യാത്രയാക്കി. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? വർഷയ്ക്ക് ഭൂന്തേം ബർസിനെ ലഗി, മഴത്തുള്ളികൾ അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? മുകളിൽ നിന്ന് താഴോട്ട് വീഴാൻ തുടങ്ങി, പൊഴിയാൻ തുടങ്ങി. പൂർവമേം സൂര്യക്ക് കിരണോം ജൽക്കനെ ലഗി, പൂർവ്വ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ്, നമ്മുടെ കിഴക്ക് നിന്ന് സൂര്യൻ എന്ത് ചെയ്യാൻ തുടങ്ങി? സൂര്യൻ്റെ റേസ് കിരണങ്ങളൊക്കെ നമ്മുടെ ഭൂമിയിലേക്ക് നന്നായിട്ട് ജൽക്കനെ മീൻസ് എന്താണ്? നമ്മൾ പറയത്തില്ല ഇങ്ങനെ തിളങ്ങുക അല്ലേ, ഗ്ലിറ്ററിങ് എന്ന് പറയത്തില്ല. അപ്പം എന്താ സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് തിളങ്ങാൻ തുടങ്ങി. സാത്ത് രംഗോം വാല ഇന്ദ്രധനുഷ് ചംകനെ ലഗി, 7 നിറമുള്ള മഴവില്ലും തിളങ്ങാൻ തുടങ്ങി. സപ്തം ഫിർസെ അപ്പന ഗാർ പഹൂഞ്ച് ഗയാദ, സപ്തം എന്ത് ചെയ്തു? ഇതെല്ലാം കണ്ടുകൊണ്ട് വീണ്ടും തൻ്റെ എന്താണ് സപ്തം മീൻസ് നമ്മുടെ നമ്മുടെ ഇന്ദ്രധനുഷ്യനല്ലേ. അപ്പോൾ ആ സപ്തം എന്ത് ചെയ്യാൻ തുടങ്ങി? ഇതെല്ലാം നിരീക്ഷിച്ചിട്ട് വീണ്ടും അവൻ്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു പാഠഭാഗം. ഏതായിരുന്നു നമ്മുടെ ഇന്ദ്രധനുഷ് ധർത്തി പർ ഉതര എന്ന് പറഞ്ഞൊരു സിമ്പിളായിട്ടുള്ളൊരു ചിത്രകഥയാണ്. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഏതെങ്കിലും വാക്കുകളുടെ അർത്ഥം അറിയത്തില്ലെങ്കിൽ അടിയിൽ കമൻ്റ് ഇടുക. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരുന്നതാണ്. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്